കോതമംഗലം ബ്ലോക്ക് തല കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടി അശ്വമേധം 6.0 വോളണ്ടിയർമാരുടെ അവലോകന യോഗം ചേർന്നു. ഇന്റർ സെക്ടറൽ മീറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഭവന സന്ദർശനത്തിലൂടെ ആളുകളെ പരിശോധിച്ച് രോഗലക്ഷണ സാധ്യത കണ്ടെത്തുന്നവരെ വിദഗ്ധ ചികിത്സയ്ക്കായി റഫർ ചെയ്യുകയാണ് ലക്ഷ്യം. കോതമംഗലത്ത് അശ്വമേധം 6.0 കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടി 2025 ബ്ലോക്ക് തല ഇന്റർ സെക്ടറൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി അശ്വമേധം 6ാം ഘട്ട പരിശീലന പരിപാടികൾക്ക് അല്ലെങ്കിൽ പരിശോധനാ പരിപാടികൾക്ക് നമുക്ക് തുടക്കം കുറിക്കുന്നത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 10 പഞ്ചായത്തുകളുള്ള ഉയർന്ന ജനസാന്ദ്രതയുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കുഷ്ഠരോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾക്കാണ് ഈ മാസം 30-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 12-ാം തീയതി വരെ ഇത്തരത്തിലുള്ള പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. പരിശോധനാ ക്യാമ്പുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീടാന്തരം കയറി ഇറങ്ങിയുള്ള പരിശോധനയാണ് ഇത്തവണ. അതിന് പരിശീലനം കിട്ടിയിട്ടുള്ള ആശാ വർക്കർമാർ, മറ്റ് പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശീലന പരിപാടി നടത്തപ്പെടുന്നത്. ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ പുരുഷന്മാർ തന്നെ പരിശോധിച്ച് ഇത്തരത്തിൽ കുഷ്ഠരോഗികളായി ആരെങ്കിലും നമ്മുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നൽകിക്കൊണ്ട് ഏകദേശം 6 മാസക്കാലം മുതൽ 1.5 വർഷക്കാലം വരെയുള്ള ചികിത്സ നൽകിയാൽ പൂർണ്ണമായി മാറാവുന്ന ഈ രോഗത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 പഞ്ചായത്തുകളിലും പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി മുഴുവൻ ആളുകളെയും പരിശോധിച്ച് രോഗലക്ഷണ സാധ്യത കണ്ടെത്തുന്നവരെ വിദഗ്ധ ചികിത്സയ്ക്കായി റഫർ ചെയ്യുകയാണ് അശ്വമേധം പരിപാടിയുടെ ലക്ഷ്യം. ജനുവരി 30-ന് ആരംഭിച്ച ഫെബ്രുവരി 12 വരെ നടക്കുന്ന ഭവന സന്ദർശന പരിപാടിക്ക് ആശാ വർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും ഓരോ വാർഡുകളിലും നേതൃത്വം നൽകും. ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഇന്റർ സെക്ടറൽ മീറ്റിംഗിൽ വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, ലിസി ജോസഫ്, TK കുഞ്ഞുമോൻ, BDO അമിത CO, ജോയിന്റ് BDO മനോജ് MS, ഹെൽത്ത് സൂപ്പർവൈസർ KR സുഗുണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PR സിജുറാം, PRO അനുമോദ് കൃഷ്ണൻ, എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് KR, ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. രോഗാണു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മറ്റേത് രോഗത്തെയും പോലെ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ കുറെ കാലങ്ങളെടുക്കും. അതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് നിലനിൽക്കുന്നത്. കാരണം ഈ രോഗം ഇപ്പൊ ജലദോഷമാണെങ്കിൽ കയറി കഴിഞ്ഞാൽ 24 മണിക്കൂറിലായിട്ട് ജലദോഷമുണ്ട്. കോവിഡിന് നമ്മൾ പഠിച്ചു, ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. ഡെങ്കു 5 ദിവസം, 3 ദിവസം, ഇതൊക്കെ വയറിളക്കമാണെങ്കിൽ 2 ദിവസം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. പക്ഷെ കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം അത് 3 മുതൽ 5 വർഷം വരെ. അപ്പൊ ഒരു രോഗാണുവിനെ നമുക്ക് കിട്ടിയാൽ 3 മുതൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ഇനി ആ ലക്ഷണം ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത എവിടെയെങ്കിലും ഒരു നിറം കുറഞ്ഞ പാടുണ്ട്, നമുക്ക് അവിടെ വേദനയില്ല, ചൊറിച്ചിലില്ല, വേറെ യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ലെങ്കിൽ നമ്മൾ അറിയുകയില്ല. പക്ഷെ അത് അവിടെ ഇരുന്ന് രോഗം മൂർച്ഛിച്ച് വർദ്ധിച്ച് നമ്മുടെ അംഗവൈകല്യം സംഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറും. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. ചില ആളുകൾ നമ്മൾ കണ്ടില്ല, ചുറ്റിക്കട്ടൊക്കെ പോയി കൈകൊണ്ട് നല്ല ചൂടനുള്ള ചൂട്, സാധാരണഗതിയിൽ മനുഷ്യർ താങ്ങാൻ പറ്റാത്ത ചൂടിനെയൊക്കെ അവർക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റും. കാരണം അവരുടെ സെൻസേഷൻ നഷ്ടപ്പെട്ടു, ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.